തിരുവനന്തപുരം കോവളത്തെ പാചക തൊഴിലാളിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. കോവളം സ്വദേശി രാജേന്ദ്രനെ അയൽവാസിയായ രാജീവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അമ്മയുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകമെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് തന്നെ കാരണമായി. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് സഹോദരിയുടെ വീടിന്റെ ടെറസിന് മുകളിൽ രാജേന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നതിനാൽ തുടക്കത്തിൽ അസ്വാഭാവികത സംശയിച്ചിരുന്നില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിലെ നഖം കൊണ്ട പാടും മറ്റു ചില സംശയങ്ങളും ഉണ്ടായി. ഇതോടെ കോവളം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. തുടർന്നാണ് അയൽവാസിയായ രാജീവിലേക്ക് സംശയം നീളുന്നത്. രാജീവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകമെന്ന് ഉറപ്പിച്ചു. We have found that there is a pressure applied on the voice box of a person and voice box is damaged. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ സസ്പെക്ട്സ് ഉണ്ടായിരുന്നു. ആ സസ്പെക്ട്സിൻ്റെ നമ്മളെല്ലാം നോക്കുമ്പോൾ one suspect that we were having, a person named Rajiv, he was the prime suspect that we found. ഈ രാജീവിൻ്റെ അമ്മക്ക് ഒരു മദ്യം വിൽപ്പന ഉള്ള ഒരു ചെറിയ കച്ചവടമുണ്ട്. അത് മേടിക്കാൻ വേണ്ടി വീട്ടിൽ പോയായിരുന്നു. ആ സമയത്ത് ഈ രാജീവിടെ അമ്മവും രാജേന്ദ്രൻ്റെ തമ്മിൽ എന്തോ ഒരു വാക്യതർക്കമുണ്ടായി. ആ സമയത്ത് രാജീവ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 14-ാം തീയതി രാജേന്ദ്രൻ രാജീവിന്റെ വീട്ടിലെത്തി അമ്മ ഓമനയുമായി സംസാരിച്ചിരുന്നു. അമ്മയുമായി രാജേന്ദ്രന് ബന്ധമുണ്ടെന്ന് സംശയിച്ച് അന്ന് രാത്രി രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സഹോദരിയുടെ വീടിന്റെ ടെറസിൽ രാജീവ് എത്തി. തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ഒടുവിൽ രാജേന്ദ്രനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതിയുടെ ശരീരത്തിലും പരിക്കേറ്റ പാടുകളുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടും രാജേന്ദ്രൻ കൊല്ലപ്പെട്ട വീട്ടിലെ ആളുകൾ കൊലപാതക വിവരം അറിയാതിരുന്നത് എന്തുകൊണ്ടെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.